കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ചാക്ക പ്രദേശത്ത് കുടികൊള്ളുന്ന വിളിപ്പുറത്തമ്മ. ഒരു ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ 3 ശ്രീകോവിലുകളിലായി ഒരു ദേവി തന്നെ 3 ഭാഗത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രം. പറഞ്ഞു വരുന്നത് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ദേവി മാഹാത്മ്യത്തിൽ ചാമുണ്ഡിയെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട്. ചാമുണ്ഡി ദേവിയാണ് 3 ശ്രീകോവിലിലും ഇവിടെ കുടികൊള്ളുന്നത്. അലങ്കാര മണ്ഡപത്തിന്റെ സൗമ്യ ഗാംഭീര്യവും ക്ഷേത്ര പൊലിമ വിളിച്ചറിയിക്കുന്ന മുത്തശ്ശിമാവിന്റെ സാന്നിധ്യവും ദിവ്യാനുഭൂതി പകരുന്നതാണ്. കരിക്കകം ദേവി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. 52 അടി 12 അടി ലിംഗം എന്നതാണ് തച്ചുശാസ്ത്രപ്രകാരം ശ്രീകോവിലിന്റെ അളവും വീതിയും. നീളവും ഇതിനെ 3ആയി വിഭജിച്ച് മുകളിൽ കുറുകെ മുഴച്ചു നിൽക്കുന്ന കെട്ടുകാണാം. ആദ്യത്തെ പന്തിയിൽ നമസ്കാര മണ്ഡപവും 3ാമത്തെ പന്തിയിൽ ദേവി പ്രതിഷ്ഠയുമാണ് വരുന്നത്. ഷാഢാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോഹ വിഗ്രഹം അമൃതവർഷിണിയായി ഭക്തരുടെ ദുരിതം നീക്കി അഷ്ടൈശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് സാമാന്യം വലുതും ചൈതന്യം തുളുമ്പുന്നതുമാണ്. 2ാമത്തെ ശ്രീകോവിലിൽ രക്തചാമുണ്ഡിയുടെ ചുവർ ചിത്രത്തിലെ ഭദ്രകാളി ഭാവത്തിലുള്ള രൗദ്രമുഖം ആരിലും വശ്യതയും ഭയഭക്തിയും ഉണ്ടാക്കും. തിളങ്ങുന്ന നേത്രങ്ങളും ഘോരദ്രംഷ്ടങ്ങളും കയ്യിൽ വാളുകളുമുള്ള ഭദ്രകാളിക്ക് രക്തവർണ്ണത്തിലുള്ള പുഷ്പങ്ങളാണ് ഇഷ്ടം. അതീവ രൗദ്രവതിയെങ്കിലും തെറ്റു ചെയ്യാത്തവരെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിയായ അമ്മയാണ്. സാധാരണഗതിയിൽ എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നട പൂജാ സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. എന്നാൽ നേർച്ചയായി നട തുറപ്പ് നടത്തി പ്രാർത്ഥിച്ചാൽ അക്കാര്യം സാധിച്ചിരിക്കുമെന്നത് 100% ഉറപ്പ്. 101 രൂപ പണമടച്ച ശേഷം രക്തചാമുണ്ഡിയുടെ നടയ്ക്ക് നേരെ നിന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. രസീത് എടുക്കുന്നവർക്ക് ദേവിയുടെ തിരുനടയ്ക്ക് അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കാൻ ക്ഷേത്രാധികൃതർ സൗകര്യം ചെയ്തു തരും. നട തുറപ്പ് എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണി വരെയും 4:45 മുതൽ 6 മണി വരെയും നടത്താവുന്നതാണ്. നട തുറക്കുന്ന സമയത്ത് മറ്റുള്ള ഭക്തർക്കും വശങ്ങളിൽ നിന്ന് ദേവിയെ ദർശനം നടത്തി സങ്കടങ്ങൾ പറയാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദോഷങ്ങൾക്കും ഈ നട തുറന്ന് പ്രാർത്ഥന നടത്താം. അങ്ങനെ 600-ൽ പരം നടതുറപ്പുകൾ ചില ദിവസങ്ങളിൽ നടന്നതായി അനുഭവമുണ്ട്. 600 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രമെന്നാണ് ലോകം അറിയുന്നത്. രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന്റെ ഭാഗമായി പ്രജകളെ കൊണ്ട് ഈ ദേവി നടയിൽ വന്ന് സത്യം ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. കോടതിയിൽ പോലീസിലും മറ്റും തെളിയാത്ത കേസുകൾ പോലും ഈ നടയിൽ വന്ന് സത്യം ചെയ്ത് തെളിയിക്കപ്പെട്ടിരുന്നു. രക്തചാമുണ്ടിക്ക് കടും പായസം, ചുവന്ന പട്ട്, പാവാട, നെറ്റിഹാരം, കോഴി, കിടാവ്, സ്വർണം, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവ കഴിവിനനുസരിച്ച് നടക്കി വെച്ചാണ് ഭക്തർ തന്റെ ദുരിതം സമർപ്പിച്ച് അനുഗ്രഹായുസ്സായുജ്യമടയുന്നത്. 3ാമത്തെ ശ്രീകോവിലുള്ളത് സൗമ്യരൂപത്തിലും ഭാവത്തിലുമുള്ള ബാലചാമുണ്ടിയാണ്. ചണ്ടമുണ്ട നിഗ്രഹം കഴിഞ്ഞ് കോപമെല്ലാം ശമിച്ച ദേവിയുടെ രൂപം ചുവർ ചിത്രമാണ് ഇവിടെയുള്ളത്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടത മാറാനും കുട്ടികളുണ്ടാകാനും നട തുറപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. 101 രൂപയടച്ച് നട തുറപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദമ്പതിമാർക്ക് ക്ഷേത്രാധികൃതർ രക്തചാമുണ്ടിയുടേതുപോലെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാര്യസാധ്യം വന്നു കഴിഞ്ഞാൽ അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പൂജകൾ നടത്തി ഭക്തർ സായുജ്യമടയുന്നു. കടും പായസം, പട്ട്, മുല്ല, പിച്ചി, ഹാരങ്ങൾ, ഉടയാടകൾ, സ്വർണം, വെള്ളി രൂപങ്ങൾ, തൊട്ടിലും കുഞ്ഞും, കളിപ്പാട്ടങ്ങൾ, തുലാഭാരം, ചോറൂണ് തുടങ്ങിയ നേർച്ചകളും നടത്താം. വിദ്യാഭ്യാസ തടസ്സം മാറുന്നതിനും കലാസാംസ്കാരിക രംഗങ്ങളിലും മത്സര പരീക്ഷകളിലും ഉയർച്ചയും വിജയിക്കുന്നതിനു വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാം. ചാമുണ്ടിയോടൊപ്പം പ്രതിഷ്ഠിച്ചിരുന്ന ഗണപതി ഇപ്പോൾ തെക്കുവശത്ത് പ്രദക്ഷിണ വഴിയിലാണുള്ളത്. അതിനു പുറകിലായി ബാലഗണപതിയുടെ മറ്റൊരു പ്രതിഷ്ഠയുമുണ്ട്. 2 ഗണപതി ക്ഷേത്രമുള്ളത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. 1008 നാളികേരത്തിന്റെ ഗണപതി ഹോമം വിനായക ചതുർത്ഥിക്ക് നടത്താം. അപ്പം മൂടലുമുണ്ട്. വൃശ്ചികത്തിൽ ശബരിമലയ്ക്ക് പോകാനായി കെട്ടുനിറയ്ക്കാനും ഇവിടെ എത്താം. മകരത്തിലെ ദ്രോഹിണിക്ക് പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നു. ശാസ്താവിന് ചിറപ്പുപൂജ നടത്തിവരുന്നു. ദോഷപരിഹാരത്തിനാണ് ഇത് ചെയ്യുന്നത്. യക്ഷിയമ്മയും ഭുവനേശ്വരിയും ഉണ്ട്. ക്ഷേത്രം അതിൽ ചുറ്റിനു പുറത്തായി ആയിരവല്ലി പ്രതിഷ്ഠയുമുണ്ട്. ബാണലിംഗത്തിലുള്ള ആയിരവല്ലി മലദേവമായതിനാലാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.